അസൗകര്യങ്ങൾ കൊണ്ട് വലയുകയാണ് പുനർനിർമ്മാണം നടത്തിയ ആലുവ KSRTC ബസ് ടെർമിനൽ. 14.5 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള നവീകരണം. ഇതിനായി 5 വർഷത്തിലേറെയാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത്. കാന്റീൻ, ശൗചാലയം, വിശ്രമമുറികൾ, ഓഫീസുകൾ, സ്റ്റാളുകൾ തുടങ്ങി പ്രഖ്യാപിക്കപ്പെട്ടതും അത്യാവശ്യമുള്ളതുമായ സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഇല്ലാത്തത്. വലിയൊരു കെട്ടിടം മാത്രമാണ് പൂർത്തിയായത്. മറ്റ് നിർമ്മാണങ്ങളൊക്കെ എന്താണ് പറ്റിയത്? അഗ്നിശമന സാമഗ്രികളുടെ ഫിറ്റിംഗ് പൂർത്തിയായിട്ട് പോലുമില്ല. ശ്യാം ദേവരാജ് ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. ഗുഡ് ഈവനിംഗ് സുജയ. ആലുവയിൽ പ്രഖ്യാപിച്ചതിൽ കെട്ടിടം മാത്രമേ കാണുന്നുള്ളല്ലോ, ബാക്കിയൊക്കെ എവിടെ പോയി? സുജയ പറഞ്ഞതുപോലെ തന്നെയാണ്, കെട്ടിടം വളരെ മനോഹരമായ നെടുനീളത്തിൽ ഇങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വളരെ വിശാലമായ ഒരു കെട്ടിടമാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണാം. ഏതാണ്ട് 14.5 കോടി രൂപ ചെലവിലാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു KSRTC ബസ് സ്റ്റാൻഡിന് ഇത്രയും നീളത്തിലുള്ള ഒരു കെട്ടിടം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. കാരണം തിരുവനന്തപുരത്തെ അത് സെൻട്രൽ സ്റ്റേഷൻ്റെ ആ ഒരു കെട്ടിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ നീളത്തിലുള്ള കെട്ടിടം ഇത് തന്നെയായിരിക്കും. ആലുവ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. പക്ഷേ പ്രശ്നം അതല്ല. ഈ കെട്ടിടം ഏതാണ്ട് 5 വർഷം മുമ്പ് പണി പൂർത്തിയായതാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ അസൗകര്യങ്ങളുടെ നടുവിലാണ്. കാരണം പ്ലാനിലുണ്ടായിരുന്ന പല ഓഫീസുകളും അല്ലെങ്കിൽ പല നിർമ്മാണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടില്ല. അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾക്ക്, നിരവധിയായ യാത്രക്കാർ നമുക്കിവിടെ കാണാം, അവരിങ്ങനെ ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഇരിക്കാൻ പോലുമുള്ള ഒരു സൗകര്യമില്ല എന്നത് കൂടിയുണ്ട്. നിരവധിയായ ആളുകൾ, യാത്രക്കാർ ആലുവ ബസ് സ്റ്റേഷൻ എന്നത് പറയുന്നത് നമുക്കറിയാം. അങ്ങനെ നിരവധിയായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര വെയില, ചൂട് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കുറവാ. പിന്നെ ഇപ്പൊ വെയിലിന്റെ ഭയങ്കര ചൂടും. എങ്ങനെയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് വലിയ ബസ് സ്റ്റാൻഡാണ്, പക്ഷേ സൗകര്യം? നമ്മൾ കണ്ണൂർക്കാരാണ്, കുഴപ്പമില്ല. കണ്ണൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിപൊളി തന്നെ. ഇരിക്കാൻ ഈ ഒരു ചെറിയ സൗകര്യം കുറവുണ്ട്. അത് നിങ്ങൾ കണ്ണൂരുകാരായതുകൊണ്ട് തോന്നുന്നതാണ്. ഇതിന് ഉള്ളിൽ ഈ വലിയ കെട്ടിടം മാത്രമേ ഉള്ളൂ, മറ്റു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഓ അത് ശരി, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ്. ഈ നാട്ടിലുള്ളതാണോ? ഓക്കെ ഓക്കെ. കണ്ണൂരുകാരാണ്. ചേട്ടാ, ഈ സ്ഥിരമായി ഇവിടെ? അല്ല, സ്ഥിരമായിട്ട് ഇവിടെ അല്ല. ശ്യാമേ, അവിടെ സ്ഥിരമായി വരുന്ന ആരുമില്ലെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. സൗകര്യം കുറവാണ്. അതെ, തീർച്ചയായും സുജയ. അങ്ങനെ ഇവിടെ ശ്യാം ഒന്ന് അപ്പുറത്തെ സൈഡ് പിടിച്ചോളൂ. ഞാൻ നമ്മുടെ MLA യോടൊന്ന് ചോദിക്കട്ടെ. അൻവർ സാദത്ത് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അൻവർ സാദത്ത്, KSRTC ബസ് ടെർമിനൽ ആലുവയിൽ നിർമ്മിച്ചു, നല്ല ഭംഗിയുണ്ട്, കെട്ടിടം കാണാൻ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്നതുമാണ്. എന്തുകൊണ്ടാണ് 5 വർഷം അടച്ചിട്ടിട്ട ഒരു ബസ് സ്റ്റാൻഡ് ഓപ്പൺ ആകുമ്പോൾ അതിൽ ശൗചാലയമോ വിശ്രമമുറികളോ സ്റ്റാളുകളോ ഇരിക്കാനുള്ള ഒരു സൗകര്യമോ ഒന്നും കാണാതെ പോകുന്നത്? അവിടെ നിലവില് ബാത്റൂം സൗകര്യം, ശൗചാലയം അവിടെ പണി പൂർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിലവിൽ ബസ് അവിടെ കയറാനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു. അറിയാലോ, വന്ന ആളുകൾക്ക് നിൽക്കാനുള്ള, ജനങ്ങൾക്ക് നടക്കാനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു. ആ അസൗകര്യം കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ മഴയും വെയിലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ മറ്റുള്ള പണികളെല്ലാം തീർത്ത് നിലവിൽ KSRTC ബസ് അകത്ത് കയറി പാർക്ക് ചെയ്യാനും മറ്റുള്ള യാത്രക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അതിന് അകത്ത് വണ്ടി കയറാനും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. ഇനി അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ബാത്റൂം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് തന്നെ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന രീതിയിൽ ആവും. പിന്നെ 5 വർഷം എടുത്തില്ലേ? ഒരു അത്രയും സമയം വേണോ? 1 മാസം പോലും വേണ്ടല്ലോ ഒരു ടോയ്ലറ്റ് പണിയാൻ? അങ്ങനെയല്ല. അതിന് കുറച്ച് KSRTC ഭാഗത്തു നിന്നുള്ള അലംഭാവം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇപ്പൊ ഈ 4 വർഷത്തോളം പണി ചേർന്ന, ഒന്ന് നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് കുറച്ചാള് പണിയാതെ അവിടെ കിടന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, 1 വർഷത്തോളം കോവിഡിന്റെ സമയം കൊണ്ട് പ്രശ്നമുണ്ടായതുകൊണ്ട് പണി തീർന്നില്ല. 2, KSRTCയുടെ അലംഭാവം തന്നെ പറയും. ഇപ്പോഴും KSRTC പല കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്നില്ല. അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. ആ ഉത്തരവാദിത്വം നിറവേറ്റത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ശൗചാലയ അടക്കമുള്ള പണികൾ പെൻഡിങ് ആയി പോവാനും ഇത്ര വൈകാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. ശ്രീ അൻവർ സാദത്ത്, നമ്മൾ ഇത്രയും നല്ല ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നു, അപ്പോൾ അതിൽ ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന് അവിടെ വന്നു പോകുന്ന ഒരുപാട് പേർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം എടുത്തതും താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പറഞ്ഞതിൽ യാഥാർത്ഥ്യം തന്നെയാണ്, ഒരു സംശയമില്ല.
ഈ പറഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, MLA എന്നതിൽ എൻ്റെ ഉത്തരവാദിത്തം ഫണ്ട് കൊടുക്കുക, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ള. ഇത് വേണ്ട രീതിയിൽ അതിന് അവിടെ കോൺട്രാക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും അത് വേണ്ടെങ്കിൽ പണി പൂർത്തിയാക്കാൻ KSRTCയുടെ ഉദ്യോഗസ്ഥന്മാർ, ബന്ധപ്പെട്ട അധികാരികൾ അത് സൗകര്യങ്ങൾ വേഗത്തിലാക്കാത്തത് കൊണ്ടാണ് ഇത് ഡിലേ ഉണ്ടായത്. അത് അന്ന് മന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ മെല്ലെപ്പോക്ക് സമീപം ഉണ്ടായതും ഇവിടെ ഈ ഇത്ര ഡിലേ ആവാനുള്ള ഞാൻ പറഞ്ഞില്ലേ, ഒരു 1.5 വർഷമാണ് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായി. പിന്നെ ഓരോ പേപ്പറുകളും ഓരോ കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ മണ്ണ് മാറ്റാൻ, കഴിഞ്ഞ ദിവസം ഞാൻ ബന്ധപ്പെട്ട് MDയുടെ അടുത്ത് വ്യക്തമായി തന്നെ പറഞ്ഞു, MD ആ മണ്ണ് മാറ്റാനുള്ള ലേലം ചെയ്യാനുള്ള നടപടിക്രമം എത്രയും പൂർത്തിയാക്കി ഞാൻ അവിടെ പോയി ഇരിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും പുറകെ നിന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത്ര ആയി തന്നെ. അപ്പൊ അതുകൊണ്ട് KSRTയുടെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ അടച്ചു പറയൂല, ചില ഉദ്യോഗസ്ഥന്മാരെ അലംഭാവമാണ് പല KSRTC ബസ് സ്റ്റാൻഡ്. ഇപ്പൊ നോക്കിയോ, ഇപ്പോഴിത് എന്നത്തേക്ക് പൂർത്തിയാകും ശ്രീ അൻവർ സാദത്ത്? അലംഭാവവും അനാസ്ഥയും ഒക്കെ ഉണ്ട്. എപ്പോഴത്തേക്ക് പൂർത്തിയാകും? എപ്പോൾ നമുക്ക് ഉപയോഗിക്കാം? ബാത്റൂം എത്രയും വേഗം പൂർത്തിയാകും. അതിന്റെ സമയം ഇപ്പൊ എത്ര ഞാൻ കറക്റ്റായിട്ട് പോലെ, പക്ഷെ അതിന്റെ ഫൈനൽ പണികളിലേക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അൻവർ സാദത്ത് പ്രതികരിച്ചതിന്. എത്രയും പെട്ടെന്ന് ശുചിമുറിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്. കോടികൾ ചെലവാക്കി ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടിരിക്കുകയാണ് ആ കെട്ടിടം. വളരെ നല്ല ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടെ ആളുകൾക്ക് വരുമ്പോൾ പ്രധാനമായും ആവശ്യമുള്ള ഒന്ന് ഈ ടോയ്ലറ്റ് സൗകര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമാണ്. നമ്മുടെ ശ്യാം ദേവരാജ് അവിടെ തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, MLA പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്ന്, അവിടെ പണി നടക്കുന്നുണ്ട്, ഉടനെ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തോട് നമ്മളത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരുകാരല്ലാത്ത ഈ അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ആരെങ്കിലും കിട്ടിയോ? ഉണ്ട്. കണ്ണൂരുകാരല്ലാത്ത ചാലക്കുടി സ്വദേശികളായ ആളുകൾ, ഇവിടെ സ്ഥിരമായി ഈ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇവിടെ വന്നു പോകുന്ന ആളുകൾ. കണ്ടു ചേട്ടാ, ഈ സ്ഥിരമായി ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുവാ? നിൽക്കേണ്ടി വരുന്നൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പഴയതിനേക്കാളൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അവസ്ഥ തന്നെയാണ്. അതെ, അല്ല പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ ബസ് സ്റ്റാൻഡിനെ അപേക്ഷിച്ച് വളരെയധികം കണ്ടിട്ടുണ്ടല്ലോ. മുമ്പത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര ഡേർട്ടി ആയിരുന്നു. ഇപ്പോൾ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ അസൗകര്യം അത് ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഇരിക്കാൻ സൗകര്യമില്ല, അതന്നെ കൂടുതലും. വെയില് യാത്രക്കാർ പറയുന്നത് സുജയ അങ്ങനെ തന്നെയാണ്. കാരണം വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജിനേഷ് അതായത് ഇവിടെ ഒരു കെട്ടിടം ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇവിടെ സീല് വെച്ചേക്കാണ്, അകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇത് വലിയ ഏതാണ്ട് വൈറ്റില ബസ് സ്റ്റാൻഡ് അതുപോലെ വൈറ്റില ഹബ്ബിലെ പോലെ അത്രയും നീളത്തിലുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി പൂർത്തിയാക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും പല ഇടങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത അവസ്ഥയടക്കം ഉണ്ട്. പ്രത്യേകിച്ചും ശൗചാലയം, ഒപ്പം ക്യാൻറ്റീൻ, അങ്ങനെയുള്ള. കാരണം ആലുവ എന്ന പ്രദേശം പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നതാണ്. നിരവധിയായ KSRTC ബസ്സുകൾ, ദേശീയപാത വഴി പോകുന്ന അടക്കമുള്ള KSRTC ബസ്സുകളൊക്കെ ഇതുവഴി വരികയൊക്കെ ചെയ്യുന്നതാണ്. 2020 നമുക്ക് ഈ ഇതിൻ്റെ ശിലാഫലകം പരിശോധിച്ചാൽ തന്നെ അറിയാം. ഇതിൻ്റെ ശിലാസ്ഥാപനം 2020 അതിൻ്റെ ഉദ്ഘാടനം അധികം വൈകാതെ തന്നെ നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇതൊരു വലിയ കെട്ടിടമാണെങ്കിലും അതിനപ്പുറത്തേക്ക് വലിയ വലിയ അസൗകര്യങ്ങൾ ഇപ്പോഴും ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. ആ അസൗകര്യങ്ങൾ എത്രയും വേഗം തീർപ്പാക്കേണ്ടത് KSRTC ആണ് എന്നാണ് അൻവർ സാദത്ത് MLA പറയുകയും ചെയ്യുന്നത്. സുജയ. ഓക്കെ, ശ്യാം ദേവരാജാണ് എന്താണ് ആലുവ ബസ് സ്റ്റാൻഡിന്റെ നിലവിലെ അവസ്ഥ എന്ന് വ്യക്തമാക്കിയത്. താങ്ക് യു ശ്യാം. MLA നൽകിയിരിക്കുന്ന ഉറപ്പനുസരിച്ച് ഉടൻ തന്നെ ശുചിമുറിയുടെ ടോയ്ലറ്റിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ്. KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ അനാസ്ഥയെക്കുറിച്ചും MLA സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KSRTC പരിശോധിക്കണം. കാരണം 4 വർഷം എടുത്ത ഒരു നല്ല കെട്ടിടം, നല്ല സുന്ദരൻ കെട്ടിടം, അവിടെ ഉണ്ടായിരുന്ന കൺജഷൻ, അതായത് ആ തിക്കും തിരക്കും, ബസ്സുകൾക്ക് കയറാൻ കഴിയാത്ത കാര്യം, അതെല്ലാം മാറി നല്ല ഗംഭീരമായ ഒരു ബസ് സ്റ്റാൻഡായി അത് മാറിക്കിടക്കുകയാണ്. ഇനി അവിടെ ആ പ്രാഥമിക സൗകര്യം ഒന്ന് ഏർപ്പെടുത്തിയാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്?